പക്ഷികളിൽ വെച്ച് തന്നെ ഏറ്റവും ഭാഗ്യസൂചകമായി കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ചകോരം, ചെമ്പോത്ത്, ഈശ്വരൻ കാക്ക എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഉപ്പൻ എന്ന പക്ഷി. ഉപ്പൻ എന്ന വിളിപ്പേരിലാണ് മിക്ക സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് എങ്കിലും ഈ ഒരു പക്ഷിക്ക് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളും ഇവയെ ചുറ്റിപ്പറ്റി വ്യത്യസ്തമായ വിശ്വാസങ്ങളുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ചകോരം എന്ന പക്ഷി വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവയെ കാണുന്ന ദിവസം തന്നെ ആ കാണുന്ന വ്യക്തികൾക്കും ആ വീടിനും വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ശകുനശാസ്ത്ര പ്രകാരം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഉപ്പൻ എന്ന ഈ ഒരു പക്ഷി നമ്മുടെ വീടിൻ്റെ പരിസരത്തുകൂടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷവും ആശ്വാസവുമൊക്കെ വളരെയധികം തോന്നാറുണ്ട്. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന ഈ പക്ഷിയെ ശകുനമായി കണ്ടതിന് ശേഷം വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഉണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് അന്നത്തെ ദിവസം തന്നെ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചകോരം എന്ന പക്ഷിയെ പറ്റി കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ രാമപുരത്ത് വാര്യർ പരാമർശിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാകും. അതായത് വളരെ കാലത്തിനു ശേഷം ശ്രീകൃഷ്ണനെ കാണുവാൻ പരമ ദരിദ്രനായിരുന്ന കുചേലൻ യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപായി ശകുനമായി കണ്ടത് ഈ ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയാണ്. അതിനുശേഷം കുചേലൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് പരമസമ്പന്നതയിലേക്കാണ് പിന്നീട് കുചേലൻ്റെ ജീവിതം മാറിയത്. ഇനി അതുപോലെ തന്നെ നീലക്കൊടുവേലി എന്ന അത്ഭുത സസ്യവുമായി വളരെയധികം ബന്ധമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്നും വിശ്വാസമുണ്ട്. അതായത് ഇതുവരെ നീലക്കൊടുവേലി എന്ന ചെടി നേരിട്ട് കണ്ടവർ ആരും തന്നെയില്ല. എന്നാൽ ഈ ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമാണ് നീലക്കൊടുവേലി എന്ന ചെടി തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നും ഉപ്പൻ കൂടുകൂട്ടുവാൻ ഉപയോഗിക്കുന്ന വേരുകൾക്കിടയിൽ നീലക്കൊടുവേലി എന്ന ചെടിയുടെ വേരുകൾ ഉണ്ടാകും എന്നുള്ളതും പറയപ്പെടുന്നു. ഇനി ഈ ഉപ്പൻ എന്ന പക്ഷിയെ നിങ്ങൾ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കൂ എന്നില്ല. അതായത് ഇവയുടെ ശബ്ദം കേൾക്കുന്നത് പോലും വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെയായി ഉപ്പൻ വന്നിരിക്കുകയും അവ നിരന്തരം ചിലയ്ക്കുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കാലങ്ങളായി നിങ്ങൾക്ക് സാധിക്കാതിരുന്ന എന്തോ ഒരു ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുവാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ ഈ പക്ഷിയെ നേരിട്ട് കാണണമെന്ന് പോലുമില്ല. ഈ പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും മതി. ഇനി നേരെ മറിച്ച് ഒരു ഉപ്പൻ ചിലയ്ക്കുന്നത് കേട്ട് മറ്റൊരു ഉപ്പൻ ഏറ്റുപിടിച്ച് ചിലയ്ക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഇരട്ടി ഭാഗ്യത്തെയും ഇരട്ടി ഐശ്വര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും
ആ ഭവനത്തെ തേടി ചില മംഗളവാർത്തകളും എത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ചകോരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമതായി പറയേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിനായി പോകുവാൻ ഇറങ്ങുമ്പോൾ ഈ ചകോരം എന്ന പക്ഷിയെ കാണുന്നതിൻ്റെ ഫലത്തെ പറ്റിയാണ്. ഇത്തരത്തിൽ നിങ്ങൾ യാത്ര തിരിക്കുവാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പൻ എന്ന പക്ഷിയെ ഏതു ഭാഗത്തു നിന്ന് കണ്ടാലും അത് ഏറ്റവും ശുഭസൂചന തന്നെയാണ്. എന്നിരുന്നാലും ഉപ്പൻ എന്ന പക്ഷി നിങ്ങൾ നിൽക്കുന്നതിൻ്റെ വലത്തു ഭാഗത്തേക്കാണ് പറന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇറങ്ങിത്തിരിക്കുന്നത് ആ കാര്യത്തിന് പൂർണ്ണമായ വിജയം കൈവരും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത് എൻ്റെ തന്നെ ജീവിതത്തിൽ പലവട്ടം അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യവുമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഇനി അടുത്തതായി, ഈ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഭക്ഷണയോഗമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില ഭക്ഷണ സാധനങ്ങൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കഴിക്കുവാൻ കഴിയും എന്നുള്ളതും ഒരു സത്യമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് ചില വിരുന്നുകാർ വരികയും ചില മധുര പലഹാരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ആഹാര സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ വാങ്ങിക്കഴിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതുമാകാം. അതുപോലെ തന്നെ ഈ ഉപ്പൻ എന്ന പക്ഷിയെ കാണുമ്പോൾ കൈ കൊട്ടിക്കൊണ്ട് ഇഷ്ടമുള്ള ഭക്ഷണ സാധനത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ആ ഭക്ഷണ സാധനം തന്നെ കൈകളിൽ എത്തുമെന്നുള്ളതും ഒരു വിശ്വാസമാണ്. വിശ്വാസം എന്നതിലുപരി ചെറുപ്പകാലം തൊട്ട് ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവയുമാണ്. ഇനി ഉപ്പനെ കണ്ടതിനു ശേഷം അന്നത്തെ ദിവസം തന്നെ ഒരു ശുഭവാർത്തയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ചകോരം എന്ന പക്ഷിയെ ശകുനം കണ്ട് 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ശുഭവാർത്തയും ജീവിത നേട്ടങ്ങളും തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇനി വളരെ വിരളമായി മാത്രം ചില വ്യക്തികൾ ഈ ഉപ്പൻ എന്ന പക്ഷിയെ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്വപ്നത്തിൽ ഉപ്പൻ അഥവാ ചകോരം അഥവാ ചെമ്പോത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭാഗ്യപക്ഷി വരികയാണെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. സർവ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉപ്പൻ എന്ന പക്ഷിയെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി ആ വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. ഇനി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും ചുറ്റുവട്ടത്തുമൊക്കെയായി ചകോരം എന്ന പക്ഷിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവയെ ഭയപ്പെടുത്തുവാനോ ഓടിച്ചു വിടുവാനോ ശ്രമിക്കരുത്. കാരണം ഇവ അത്ര ശുഭശകുനമാണ്. പലപ്പോഴും ഈ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ പോലെയുള്ള വസ്തുക്കൾ വരെ വാങ്ങുവാനുള്ള യോഗവും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ജനലിൽ വന്ന് ഇവ നിരന്തരം ചുണ്ടുകൊണ്ട് കൊത്തി ശബ്ദമുണ്ടാക്കുകയും നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഇവ പ്രവേശിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ലക്ഷ്മി കടാക്ഷം ആ വീട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എവിടെ വെച്ചെങ്കിലും ഉപ്പൻ എന്ന പക്ഷി ചത്തുകിടക്കുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒരു ശുഭശകുനം അല്ല. ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുദോഷമോ ദുഃഖം നിറഞ്ഞ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉപ്പൻ എന്ന പക്ഷി ചത്തുകിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. കാരണം എപ്പോഴും ഇവ ഭാഗ്യ സൂചകമായി
ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ മുൻപിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ഒക്കെയായി ഈ പക്ഷി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഉപദ്രവിക്കാതെ പറഞ്ഞയക്കുകയും ചെയ്യുക. തീർച്ചയായും അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.